അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആർക്കും തകർക്കാനോ തളർത്താനോ കഴിയുന്ന ഒരാളല്ല മുക്കം ഉമർ ഫൈസി. മനസ്സിലായ? അദ്ദേഹത്തെ പറ്റി മനസ്സിലാവായിട്ടാണ്. ഏതെങ്കിലും രാഷ്ട്രീയ രാജാക്കന്മാരോ അല്ലെങ്കിൽ അതിന്റെ ശൃംഖലികളോ വിചാരിച്ചാൽ തകരുന്ന ഒന്നല്ല ഉമർ ഫൈസി. മനസ്സിലായ? ആദർശം ഏതൊരുത്തന്റെ മുമ്പിലും വെട്ടിത്തുറന്ന് സംസാരിക്കാൻ കേൾപ്പുള്ള ഒരു നേതാവാണത്. സമസ്തന്റെ അജയ്യനായ നേതാവ്. സമസ്തക്ക് ഞാനൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ സമസ്തക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. സുഹൃത്തുക്കളൊന്നും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, കാരണം ഇതുപോലുള്ളൊരു നേതാക്കൾ ഈ അവസാന ഘട്ടത്തിൽ നമുക്ക് കിട്ടിയത് തന്നെ വലിയ സുഹൃത്താണ്. ഒന്ന് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ, ഒന്ന് ഈ മുക്കം ഉമർ ഫൈസി, അതുപോലെ ഉള്ള കുറച്ച് നേതാക്കന്മാർ, കുറച്ച് കുറച്ച് പണ്ഡിതന്മാർ നമുക്ക് കിട്ടിയത് ഇസ്സത്ത് പണയം വെക്കേണ്ടി വന്നില്ല. പിന്നെ ചില തലയിക്കെട്ടന്മാരുണ്ട്, ഇസ്സത്ത് പണയം വെച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ കാലിനടിയിൽ കൊണ്ടുപോയിട്ട് അയാളുടെ തലയിക്കെട്ട് വെക്കുന്ന ചില തലയിക്കെട്ടന്മാരുണ്ട്. അവരോടൊന്ന് പറയാനുള്ളത്, ഇസ്സത്തുള്ളവർ ഇതിൽ ജീവിച്ചിരിപ്പുണ്ട്. സമസ്ത എന്ന പ്രസ്ഥാനത്തിൽ ഇസ്സത്തുള്ളവർ ജീവിച്ചിരിക്കുന്നുണ്ട്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മുമ്പിലും തലകുനിക്കാതെ ആദർശം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു വിഭാഗം ഇന്നും സമസ്തയിലുണ്ട്. അത് ഞങ്ങൾക്ക് വലിയൊരു സുഹൃതം തന്നെയാണ്. പിന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, ഈ 100-ാം വാർഷികമാകുമ്പോൾ അള്ളാഹു ഒരു വലിയൊരു മനുഷ്യനെ കൊണ്ടു കൊടുത്തില്ലേ? സമസ്തക്ക് കൊടുത്തില്ലേ? ഈ സമസ്തന്റെ 100-ാം വാർഷികം നടക്കുന്ന കുണിയായി എന്ന് പറയുന്ന ആ ദേശത്തെ പറ്റി ഒന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ആരെങ്കിലും ഇതിനു മുമ്പ് കണ്ടോ? ആരെങ്കിലും ഇതിനു മുമ്പ് അറിയുമോ? അങ്ങനെ ഒരു മനുഷ്യനുണ്ട് എന്ന് തന്നെ പോലും ആർക്കെങ്കിലും അറിയുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, 100-ാം വാർഷികം നടക്കുമ്പോൾ ഇത്ര വലിയൊരു സജ്ജീകരണങ്ങളൊക്കെ കൊടുക്കാനും ഉണ്ടാക്കാനും കൊടുക്കാനും മനസ്സ് വന്ന ഒരു വലിയൊരു മനുഷ്യൻ, അത് അള്ളാഹു എത്തിച്ചു കൊടുത്തു. നിങ്ങൾ ചിന്തിക്കൂ, അതും സമസ്തന്റെ ഒരു സുഹൃതമല്ലേ? അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തൃപ്തിയിൽ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ തൃപ്തിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത എന്ന് തെളിയിച്ചില്ലേ? ആ സുഹൃതം കൊണ്ട് തെളിയിച്ചില്ലേ? കഴിഞ്ഞോ? കഴിഞ്ഞില്ല, ഇനിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഉമർ ഫൈസിനെ തോളിയിട്ട് കാര്യമില്ല. ഇതിന്റെ ഒന്നാമത്തെ പ്രതി കുഞ്ഞാലിക്കുട്ടിയും രണ്ടാമത്തെ പ്രതി ഈ തങ്ങള. ആ 9 കാര്യം നടപ്പിലാക്കിയെങ്കിൽ മിനിറ്റുകളെ കൊണ്ട് തീരേണ്ട പ്രശ്നം ഈ കോലത്തിലേക്ക് എത്തിച്ചാണ്ട് ഇപ്പൊ പറയാ ഉമർ ഫൈസി അത് നടപ്പിലാക്കിയ ഉമർ ഫൈസിയും മുണ്ടൂല, ഒരു കുട്ടികൾക്കും മുണ്ടാട്ടും ഉണ്ടാവില്ല. ഈ പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങും ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യം. ആ 9 അംഗീകരിക്കാണ്ട് ഇങ്ങോട്ട് മുന്നോട്ട് പോയിക്കോളിന്ന് വാപ്പികളോട് പറഞ്ഞാൽ പോരെ? എത്തപ്പ അതിനൊക്കെ മറുപടി? വാപ്പികൾ കണ്ടില്ല പറഞ്ഞ് ഞങ്ങൾ കൊടുക്കാനുള്ള മറുപടി മധ്യസ്ഥന്മാർക്ക് കൊടുത്തുകണ്, ഇവർക്ക് പുറത്തിട്ടാ നാറും. ചില സമയത്തെ ചില ആൾക്കാരൊക്കെ ഉപദേശവും നല്ലതാവും എന്ന് പറഞ്ഞ മാതിരി പാണക്കാട് സാധിക്കല് ശിഹാബ് ഒരു മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട പണിയാണ് കോയ സാഹിബ് ഇത്രയും നേരാക്കിയത്. അതിന് കോയ സാഹിബ് മൂപ്പര് തെണ്ടിത്തരൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ എന്താണ്, സാദിഖലി ശിഹാബ് പൈതൃക സമ്മേളനത്തിൽ പറഞ്ഞു സമസ്ത പുറത്താക്കിയ ഈ വിഷയത്തില് സമസ്ത പുറത്താക്കിയിട്ടില്ല. അത് അതിൻ്റെതായിട്ട് വൈക്ക് ഇങ്ങനെ പോകും. മധ്യസ്ഥനാണേ. ഒരു കാര്യം മധ്യസ്ഥത കൊണ്ടുവന്നാണ്ട് 9 കാര്യം ഓല് എഴുതി കൊണ്ടുവരിക. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ സമുദായത്തിന് വെറുതെ തമ്മിൽ തല്ലിച്ചിട പണിയെടുക്കുക. എന്നിട്ട് പറയാ നമ്മള് 9 കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും, അത് നിങ്ങളാണ്ട് അംഗീകരിക്കണം, ഇനി വേറൊരു ഡിമാൻഡ് ഇങ്ങോട്ട് പറയരുത് അറിയാം. ആയിക്കോട്ടെ, പാവങ്ങൾ സാധുക്കളും ഉഷാറും കൂടി ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നു. കുറച്ചൊക്കെ പോരായിട്ടുണ്ട്, എന്നാലും വേണ്ടിയില്ല, ഞങ്ങൾ പറഞ്ഞ മാതിരി ആയിക്കോട്ടെ. അത് കണ്ട് പറഞ്ഞിട്ട് വേഗം കണ്ട് വരുമ്പം കാണാം 9 കാര്യം ഇനി മൂപ്പര് പ്രസിഡന്റായ CAC അംഗീകരിക്കണ്ടേ? അതിന് മൂപ്പര് നാളത്തെ മൂപ്പര് അഭിമുഖത്ത് പറഞ്ഞ് സെനറ്റ് കൂടി പോലും അങ്ങനെ തീരുമാനിച്ചു. ഈ പ്രസിഡന്റ് പൊട്ടന എന്തൊരു എന്താ അത് അയാൾ അവിടെ നടപ്പിലാക്കുക. അയാൾ കൊടുത്ത 9 കാര്യങ്ങൾ അംഗീകരിക്കൂല എന്നുണ്ടെങ്കിൽ ഞാൻ ആ പണിക്കില്ല എന്ന് പറഞ്ഞ് പോരണ്ടേ? അത് മൂപ്പര് ചെയ്തോ? അതാണ് പറയണേ. ഉമർ ഫൈസിക്ക് മര്യാദ വേണ്ടതെന്ന് വെച്ചാൽ ഉമർ ഫൈസി എന്താ പറഞ്ഞത്? ഉമർ ഫൈസി വിവരം വേണമെന്ന്. ഇപ്പൊ മിഞ്ഞാന്നാണ്ടീന് മറ്റേ ഈ സലാം ഫൈസി പറയുന്നത് ഓല് വിവരം ജാക്കോലാണ്. ഉഷാറായി. ഉമർ ഫൈസി പറഞ്ഞത് കാലിക്ക് വിവരം വേണമെന്നാ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് ഇന്നെ പറ്റി പറഞ്ഞതാണ്. ഇയാള് കൃത്യമായിട്ട് പറഞ്ഞു പാണക്കാട്ടുകാർക്ക് വിവരം ഇല്ല. ഇപ്പൊ ആരെ സസ്യായി
ഈ പ്രശ്നമൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ മൂപ്പരോടൊന്ന് പറയും, വലിയ തൊപ്പിട്ട വലിയ തറവാട്ടിലെ കാരണവരോടെ ഒന്ന് പറഞ്ഞാണ്ട് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറയും. അപ്പൊ എന്നാലും മിഞ്ഞാന്ന് രാത്രി മൂപ്പര് വിളിച്ചിട്ട് ഞാനിതാ പറയാൻ പോകണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ സാധുക്കളെ പറ്റിച്ച്. അവിടെ എന്നാലും വേണ്ടിയില്ല, ഉമ്മർ വയസ്സിനെ ഞങ്ങൾ ശാസിച്ചെന്ന് പറഞ്ഞോളാം, എന്നാലും വേണ്ടിയില്ല. ഇനിയിപ്പോ അത് നടപ്പിലാവും തോന്നുന്നുണ്ടെങ്കിൽ മൂപ്പരിഞ്ഞ് വേദിറ്റാ പോരും. സമസ്തയും വാഫിയും ഒരു കുഴപ്പമില്ല, സമസ്ത അങ്ങനെ തീരുമാനിച്ചിട്ടില്ല, ഒരു രേഖയിലും ഇല്ല. ആ ഞാൻ 9 കാര്യം പറഞ്ഞിട്ടില്ല, ഞാൻ രാജിവെക്കൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല, എനിക്ക് അതിന് സമയമില്ല, പാലും പള്ളും വിറകും കൊള്ളി ചാരം വണ്ടും തേനും ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടത്തരം പറയാൻ പിന്നെയും വരും. ആ സാധുവിനോട് നിങ്ങൾ എന്ത് ചെയ്യാറോ, ഒരു മെസ്സേജ്, നിങ്ങളൊക്കെ വലിയ വലിയ ഉസാറുള്ള ആൾക്കാരാണല്ലോ, നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ആ ഇങ്ങനൊക്കെ ആവാൻ പറ്റില്ല, നിങ്ങൾ തൽക്കാലം ഒന്നെങ്കിൽ മുണ്ടാതെക്കുക, അല്ലെങ്കിൽ തൊള്ളൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തിരികെ വെച്ചോളി എന്ന് പറഞ്ഞു കൊടുക്കും. ഇവിടെ സമസ്ത ഒരു തീരുമാനം എടുത്ത് ആ തീരുമാനത്തിൽ മുസ്ലിം ലീഗിന് എന്താണ് ബന്ധം അതെന്ന് പറഞ്ഞെന്നാ. മുസ്ലിം ലീഗ് ഇതിൽ എന്തിനാ ഇടപെടേണ്ടി വന്നത്? മധ്യസ്ഥ റൂളാണെങ്കിൽ അതിന് മധ്യസ്ഥം നിൽക്കുമ്പോൾ അതിനനുസരിച്ച് നിൽക്കണ്ടേ? മധ്യസ്ഥന്മാര് ഒരു ആശയം കൊണ്ടുവന്നാൽ അത് രണ്ടോട്ടും നടപ്പിലാക്കണ്ടേ? ഒരു ടീമിന് നിങ്ങൾ നടപ്പിലാക്കിക്കോളി, ഞങ്ങൾ ഇതാ കൊണ്ടുവരാൻ പോണേ, അല്ലെങ്കിൽ ഞാൻ പോരുന്ന് അറിഞ്ഞാണ് പോവുക, അത് മൊയന്താകുക. അത് സാഫിനെ പോലത്തോലും ഇങ്ങനെ രാഷ്ട്രീയക്കാരിങ്ങനെ ഇതിനെ പൊട്ടുക, അത് ഇവര് മുണ്ടാതെ ഇങ്ങനെ കുത്തിറക്കുക. അത് വല്ലാത്തൊരു അത്ഭുതമാണുള്ളത്. ഇതിൽ മുസ്ലിം ലീഗിന് യാതൊരു ബന്ധവുമില്ല. സമസ്ത ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് മുസ്ലിം ലീഗ് ഇതിൽ ഇടപെടേണ്ട ആവശ്യം ഇല്ല. ഈ പറഞ്ഞ സാധിക്കൽ ജീവിതങ്ങൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ മതി, അതുപോലെ തീരുമാനിച്ചത് അതായിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങൾ ആരെയും പറയാൻ വരൂലേനി, അല്ലെങ്കിൽ അതിന് തീരുമാനം ഉണ്ടാക്കി കൊടുക്കേണ്ടേനി. അതിന് കയ്യുണ്ടോ? ഇപ്പൊ ഇങ്ങനെ എഴുതി വിടുണ്ടല്ലോ, എന്താ അതിൽ സത്യമുള്ളത്? പണ്ഡിതന്മാർ രാഷ്ട്രീയത്തിനെ കൊഞ്ഞനം കുത്തുന്നത്, രാഷ്ട്രീയക്കാർ ഇങ്ങോട്ട് കൊഞ്ഞനം കുത്തുന്നതുകൊണ്ടാണ് സുഹൃത്തെ അങ്ങോട്ട് കൊഞ്ഞനം കുത്തുന്നത്. അതാദ്യം പഠിച്ചത്. ഇപ്പൊ ഷാഫിന്റെ പ്രസംഗം കേട്ടിട്ട് ഏതെങ്കിലും മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? അയാളെ പണിയെടുത്താൽ പോരെ. ഇവിടെ വന്ന വിഷയം സമസ്ത കേരള ജമിയത്തുലമാന്റെ സമ്മേളന പ്രചരണം എന്ന് പറഞ്ഞാണ് പൈതൃകം വെച്ചിട്ട് ആ പ്രസംഗം എന്നൊക്കെ കേട്ട് ഇങ്ങനെ കുത്തുക. അത് ആ മധ്യസ്ഥ നിന്ന മാന്യദേഹം തന്നെ പാടിയ സമസ്ത പുറത്താക്കിയിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, അയാളെ തൊള്ളൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കൊണ്ട് തിരികെ വെക്കുക, അല്ലെങ്കിൽ അയാളെ ഈ പണിക്കന്നെ പറ്റൂല, അയാളവിടെ ഉത്തർന്നോട്ടെ. അയാൾക്ക് പണി ഓണപ്പാട്ട് പാടലാണ് ഏറ്റവും ഉചിതമുണ്ടാകുക. അതും പാടി അങ്ങനെ ഉത്തർന്നോട്ടെ, പാണക്കാട്ട് കോലായിൽ ഇരുന്നാൽ മതി, എല്ലാം റെഡിയാവും. തെന്നാല് സുഹൃത്തുക്കളെ, എന്ത് പ്രശ്നം വന്നാണെങ്കിലും അത് പാണക്കാട് നാട്ടിൽ ഇല്ലാതാകല. ഇതല്ല, പാണക്കാട്ടിൽ നിന്ന് പിരിയേറി ഇങ്ങനെ വരിക. പറഞ്ഞാലോ, അതോ പാണക്കാട്ടെ കുറ്റം പറഞ്ഞു, പാണക്കാട്ടെ കുറ്റം പറഞ്ഞു. എന്ത് പാണക്കാട്ടെ കുറ്റം? ഇത് പാണക്കാട്ടെ ഒരാൾ കുറ്റം പറയില്ല. അദ്ദേഹം എടുക്കേണ്ട ആ 9 കാര്യം നടപ്പിലാക്കിയാൽ തീരുന്ന പ്രശ്നമേ അതിലുള്ളൂ. അത് നടപ്പിലാക്കിയിട്ട് സമസ്ത പറയുന്ന നേരാണ് ബീക്കോളി എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്ന്. അതിന്റെ ശേഷം മുണ്ടണ ഏത് ഉമ്മർ പൈസ ആണെങ്കിൽ നമ്മളൊക്കെ എതിർക്കാൻ തയ്യാറാവും. അവിടെ നമ്മൾ നിൽക്കേണ്ടത്. പിന്നെ ഇവലൊക്കെ പറയണ പാണക്കാട്ടുകാരെ പറഞ്ഞില്ലേ, പാണക്കാട്ടുകാരെ എന്തിനപ്പോ ഇതിൽ ഇടപെട്ട്? അപ്പൊ പറച്ചിൽ കേൾക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെന്ത് ചെയ്യുക, അതിന് വേഗം പരിഹാരം കാണുക, അത് തീരുമാനാക്കി കൊടുക്കുക. അപ്പം പിന്നെ കേൾക്കേണ്ടി വരില്ല. അപ്പൊ പാണക്കാട്ടുകാരെ പറഞ്ഞാൽ ഈ ഹാഫി വന്ന് സമസ്തന്റെ പരിപാടിയിൽ വന്ന് സമസ്തനെ കൊട്ടി. അതിന് മറ്റോന് 2 വിഭാഗം ഉണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതില് മറ്റോല് വന്ന് തോണ്ടി, അത് തോണ്ടാനുള്ള അവസരം നമ്മൾ കൊടുക്കുക. ആണ്ട് പറയാ നമ്മളെ നമ്മളെ മുസ്ലിം ലീഗിനെ പറഞ്ഞാ, മുസ്ലിം ലീഗിന്റെ പേര് അതിൽ ഓടി പറയണില്ല, ആരും പറയണില്ല. അതൊക്കെ ഒന്ന് കേട്ടു നോക്കി. അത് സമസ്തന്റെ ഈ വിഷയത്തിൽ ഇടപെട്ട ആളുകളെ പേരാണ് പറഞ്ഞത്. അത് മുസ്ലിം ലീഗിലും ഉണ്ടാവും, അതുപോലെ തന്നെ സമസ്തയിലുള്ളത്. അപ്പൊ കേൾക്കുമ്പോൾ സമസ്തന്റെ വിഷയത്തിലാണ് ഈ പറയുന്നത് എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടായാൽ മതി. അല്ല ലീഗ് അയിമക്ക് ഏച്ചുവിട്ടേണ്ട ഒരു ആവശ്യമില്ല. ഈ ലീഗ് ഏച്ചുവിട്ടുമ്പോഴാണ് നമ്മളൊക്കെ മൊയന്താകുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് എൻ്റെ നേതാവ് സാദിഖലി ശിഹാബ് തങ്ങളോട് എനിക്കിപ്പോൾ അത് നേതാവായി തോന്നണില്ല. കാരണം മുനാഫിക്കിന്റെ പണിയാണ് മുമ്പേ എടുത്തത്. 11:30 മണിക്ക് ഒരു വലിയ ഉസ്താദിനെ വിളിച്ചിട്ട് പോരെ, ഞാൻ 2-3 ദിവസം കൊണ്ട് ഇത് തീരുമാനം പറയാൻ പോവേനി, അപ്പോഴാണ് മൂപ്പരാക്ക ഇത് പറയണത്.
അപ്പൊ ആ ഉസ്താദ് പറഞ്ഞു എന്നാ ആയിക്കോട്ടെ, ഞാൻ ഉമർ ഫൈസിനെ വിളിച്ചോണ്ട് അത് തിരുത്താൻ പറയാം. അങ്ങനെയാണ് ശാസിക്കണേ. ഈ 2 ദിവസമല്ല, 15 ദിവസം കൊണ്ട് തീർക്കാൻ കഴിയാത്ത ഇനി 2 ദിവസം കൊണ്ട് മൂക്ക് വച്ച് കയറ്റാൻ കഴിയോ മൂപ്പർക്ക്? ആണ്ട് പറയാണ് വല്ലപ്പോയനോട് പറഞ്ഞാളാ. ശാസിച്ചാണ്, ശരി തന്നെയാണ്. എന്നാലും മാണ്ടിയില്ല. കാരനോര് കാരനോരെ ശാസിച്ചിട്ടെങ്കിലും അഞ്ചൻ നന്നാകട്ടെ എന്നാണ് പൊന്നാര കുട്ടി അതോട് ഉദ്ദേശിച്ചത്. നന്നാകൂല എന്ന് തന്നെയാണ് അഞ്ചൻ പറയണത്. ഇതിന് കഴിയൂലെങ്കിലേ മൂപ്പരോട് ആ കോലായിൽ ഇരുന്നാണ്ടേ വിറക് കത്തിച്ച് ഉത്തർക്കാൻ പറയും. അതാണ് ഏറ്റവും നല്ലത്. ഏതായത് ഇയാളൊരു കോമഡി, ഒരു നല്ലൊരു തറവാട്, ഒരു സയ്യിദ് ബാക്കിയുള്ളവരെയും കൂടി ഇയാൾ പറയിപ്പിച്ചല്ലോ. നല്ലപോലെ കെട്ടി പറഞ്ഞു പോയി. അതിന്റെ ഇടയിൽ ഞാൻ വലിയ സംഭവം തോന്നി. അഹങ്കാരം വന്നാൽ തന്നെ പോയി, കുർത്തം പൊട്ടിയില്ലേ. ഇയാൾക്ക് ഇനി നല്ലതെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാല്ലേ, ആണ്ട് നിയമസഭയിൽ പോയിട്ട് ഇങ്ങനെ കുത്തിത്തീർപ്പൊക്കെ ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ആളാന്ന് തോന്നുന്നുണ്ട്. അതിക്കാണ് ഏറ്റവും ഉചിതം. മൂപ്പർക്ക് എന്തോ ഒരു വാശി പോലെ. സമസ്ത തള്ളിയ സംവിധാനത്തെ സമസ്തന്റെ കീഴിലാണോ എന്നുള്ള പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് പൈതൃക സമ്മേളനത്തിലും പറഞ്ഞിരിക്കുന്നത് വഫിയ സമസ്തന്റെ കീഴിലാണ്. നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾക്ക് എന്തോ ഒരു പേടിയും ബേജാറും ഒരു വാശിയൊക്കെ ഉണ്ട്. പുറത്ത് പറഞ്ഞാല് സമസ്തന്റെ കീഴിലല്ല എന്നുള്ള അത് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്രസിഡന്റ് സ്ഥാനം CIC ചെയർമാൻ സ്ഥാനം രാജിവെച്ചാലേ വാഫികളെ മറ്റൊക്കെ എന്താ പുറത്തു വിടുന്ന ഒരു സംശയമുണ്ട്. അങ്ങനെ എന്തോ ഒരു പേടി കുടുങ്ങിക്കണ മൂപ്പർ. അതുകൊണ്ടാണ് ധൈര്യമില്ലാത്ത. എല്ലാ വേദികളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമസ്തന്റെ കീഴിലാണ്.